പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി, ശാന്തകുമാർ വെള്ളാലത്ത് എന്നിവർ ചേരും. ആൽവിൻ തോമസ്, സരീഷ് പി.കെ. എന്നിവർ ചേലക്കരയിൽ നിന്ന്, ലെവിൻ കെ. വിജയൻ, ആസിഫ് എന്നിവർ വയനാട്ടിൽ നിന്ന്, ലിജോ വർഗീസ്, രതീഷ് വാസുദേവൻ, ബെൻസൺ ബാബു എന്നിവർ വയനാട്ടിൽ നിന്നും ചേരും. ആദ്യം പാലക്കാടിലേക്ക്, പ്രസാദിലേക്ക് പോയാൽ, പ്രസാദ്, ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഇന്ന് രാത്രി സ്ഥാനാർത്ഥികൾ ആരൊക്കെ ഉറങ്ങില്ല എന്നറിയില്ല, പക്ഷേ പ്രസാദ് ഉടുമ്പശ്ശേരി ഇന്ന് രാത്രി ഉറങ്ങാൻ കഴിയില്ല എന്നെനിക്ക് ഉറപ്പാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ എല്ലാ ചൂരും പ്രേക്ഷകരിലേക്ക് എത്തിച്ച ഒരു റിപ്പോർട്ടറാണ് പ്രസാദ്. അതിനൊപ്പം ഇതിൻ്റെ പോളിംഗ് പെർസെൻറ്റേജ് സംബന്ധിച്ച കണക്കുകൂട്ടലുകൾ, അതിൽ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ, അതിന് പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആർക്കും കൃത്യമായ ഒരു കണക്കിലേക്ക് എത്തിച്ചേരാൻ അവിടെ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പ്രസാദിൻ്റെ ഒരു കണക്കുകൂട്ടൽ എന്താണ്? ഈ സ്ഥാനാർത്ഥികളൊക്കെ ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കുന്ന ആത്മവിശ്വാസം ക്യാമറയ്ക്ക് പിന്നിലും കാണിക്കുന്നുണ്ടോ? എന്താണ് പ്രസാദിന് മനസ്സിലാക്കാൻ കഴിയുന്നത്? ലക്ഷ്മി, പ്രധാനമായും നമുക്കറിയാം, ഈ മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ UDF തന്നെയാണ് ഈ മേൽക്കൈ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ നടന്നിട്ടുള്ള 17 തിരഞ്ഞെടുപ്പുകളിൽ 5 തവണ മാത്രമാണ് LDF CPM വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതൊരു വസ്തുതയാണ്. കഴിഞ്ഞ 2011 മുതൽ തുടർച്ചയായി UDF വിജയിച്ചു വരുന്നു. ഷാഫി പറമ്പിൽ അദ്ദേഹത്തിൻ്റെ മത്സരത്തിലെ ഏറ്റവും കടുത്ത മത്സരം നേരിട്ടത് കഴിഞ്ഞ തവണയാണ്, 2021 അന്ന് E. ശ്രീധരൻ അദ്ദേഹം മത്സരിച്ച സമയത്ത് വളരെ കുറഞ്ഞ വോട്ടുകൾക്കാണ് അന്ന് ഷാഫിക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നീട് വന്നിട്ടുള്ള ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് BJP സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വലിയ അവസരമായി അവർ കണ്ടതാണ്. കാരണം തൃശ്ശൂരിലെ വിജയത്തിന് ശേഷം പാലക്കാട് വിജയിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസമുണ്ടായി. ഈ മണ്ഡലത്തിൽ തന്നെയുള്ള C. കൃഷ്ണകുമാർ മത്സരിക്കുന്നു. പക്ഷേ തുടക്കത്തിൽ C. കൃഷ്ണകുമാർ വന്ന സമയത്ത് പ്രാദേശികമായി അദ്ദേഹത്തിൻ്റെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് തന്നെ വലിയ ഭിന്ന സ്വരങ്ങൾ ഉയരുന്നു. അദ്ദേഹം തന്നെയാണ് എല്ലാ തെരഞ്ഞെടുപ്പിലും കൃഷ്ണകുമാർ തന്നെയാണ് മത്സരിക്കുന്നത് എന്ന രീതിയിലുള്ള വിയോജിപ്പുകളെല്ലാം പുറത്തു വരുന്നു. ചില ആളുകൾ മാറി നിൽക്കുന്നു. അവരെല്ലാം പിന്നീട് പാർട്ടിയും BJPയും അതോടൊപ്പം തന്നെ RSS നേതൃത്വവും എല്ലാം സജീവമായി അവരെ അവസാന നിമിഷം കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടമായി കാണുന്നത്. UDF സംബന്ധിച്ചിടത്തോളം തുടക്കം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയായതിനു ശേഷം ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ, അതിൽ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് I ഗ്രൂപ്പ് അല്ലെങ്കിൽ DCC ജില്ലയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ കത്തയച്ച സംഭവം, പിന്നീടുണ്ടായിട്ടുള്ള നമ്മളെല്ലാം ചർച്ച ചെയ്തിട്ടുള്ള വിവാദങ്ങൾ, അതെല്ലാം UDF ഒരു ഭാഗത്ത് നിർത്തുന്നുണ്ട്. LDF സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്ലസ്സായി മാറിയത് കോൺഗ്രസിനകത്ത് തന്നെയുള്ള ഒരു ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതവർ ലക്ഷ്യം വെച്ചത് കോൺഗ്രസിനകത്തു നിന്നും വോട്ട് ശേഖരിക്കാൻ അല്ലെങ്കിൽ സമാഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ വെച്ചാണ്. പക്ഷേ ഇത്രയും വിവാദങ്ങൾ ഉണ്ടായിട്ട് പോലും വലിയ തോതിലൊരു വോട്ട് നമുക്ക് ആദ്യത്തെ പോളിംഗ് ഡേയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ആവേശം, പ്രചരണ രംഗത്തെ ആവേശം വോട്ടർമാർ അതേപോലെ ഏറ്റെടുത്തിട്ടുണ്ടോ എന്നുള്ളത് വലിയ സംശയമാണ്. ഇപ്പോൾ നാളെ വോട്ടെണ്ണുന്ന സമയത്ത് നമ്മളെ അത്ഭുതപ്പെടുത്തുക അല്ലെങ്കിൽ നമ്മൾ കൗതുകത്തോടു കൂടി നമ്മൾ കാത്തിരിക്കുന്നത് ആദ്യത്തെ വോട്ടിൽ സ്വാഭാവികമായും ആദ്യത്തെ 5 റൗണ്ട് വരെ BJP തന്നെയായിരിക്കും ഏറെക്കുറെ ലീഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. അപ്പോൾ ആദ്യം തന്നെ C. കൃഷ്ണകുമാർ ലീഡ് എന്നൊരു അക്ഷരം അല്ലെങ്കിൽ ഒരു വാചകം കണ്ടാൽ അതിൽ ഇവിടത്തെയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ വലിയ തോതിൽ അത് ഒരു വലിയ പ്രതീക്ഷയോടുകൂടി നിൽക്കേണ്ടതില്ല. കാരണം 9,000 മുകളിൽ കഴിഞ്ഞ തവണ E. ശ്രീധരൻ ലീഡ് വന്നതിന് ശേഷമാണ് ഷാഫി പറമ്പിൽ തിരിച്ചു പിടിച്ചത്. അദ്ദേഹത്തെ സഹായിച്ചത് പിരായിരി പഞ്ചായത്തിൽ നിന്നും പിന്നീടുള്ള മറ്റു പഞ്ചായത്തുകളിലുള്ള വോട്ടാണ്. അപ്പം ഇത്തവണ ഉണ്ടായിട്ടുള്ളൊരു കൗതുകം, ഇവിടെയെല്ലാം പിരായിരിയിലും മാത്തൂരും കണ്ണാടിയിലും BJP അവരുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അത് അതേപോലെ നടപ്പിലായി എന്നൊരു പ്രതീക്ഷ BJP നേതാക്കൾ പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇവർ ഒരു വലിയ തോതിൽ BJPക്ക് പ്രതീക്ഷ വെക്കുന്നത്. പക്ഷേ നഗരസഭയ്ക്കകത്ത് ഇപ്പോൾ ഇന്നലെ നമ്മൾ തന്നെ ആണ് ഒരു വാർത്ത കൊടുത്തത്. ഈ സന്ദീപ് വാര്യർ പോയതിന് ശേഷം അവിടെ മൂത്താന്തറ ഭാഗത്തിൽ അദ്ദേഹത്തിന് സ്വാധീനമുണ്ട് എന്ന് കരുതുന്ന മൂത്താന്തറ ഭാഗത്തിൽ അവിടെ വലിയ തോതിൽ പോളിംഗ് നടന്നു. അതായത് അതിന് പറയുന്ന കാരണം, BJPക്കാർ പറയുന്ന കാരണം, ആദ്യം അവിടെ ചില വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. അത് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള C. കൃഷ്ണകുമാറിനോടുള്ള വിയോജിപ്പുകൾ കാരണം ചില ആളുകൾ വിട്ടുനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹം പോവുകയും പിന്നീട് നടത്തിയ പ്രസ്താവനകളെല്ലാം തന്നെ സ്വതവേ BJPക്കാരായ അല്ലെങ്കിൽ RSS പ്രവർത്തകരായ അവരെ സംബന്ധിച്ചിടത്തോളം അത് വൈകാരികമായി മാറുകയും അത് C. കൃഷ്ണകുമാറിന് ഗുണകരമായി മാറുകയും ചെയ്തു. പക്ഷേ അത്രത്തോളം ആവേശം BJPയുടെ മറ്റ് കേന്ദ്രങ്ങളിൽ ഉണ്ടായോ എന്ന് എനിക്ക് സംശയമുണ്ട്.
കാരണം പ്രസാദ്, അവിടെ പ്രധാനമായും BJP അവകാശപ്പെടുന്നത് സി കൃഷ്ണകുമാറും കെ സുരേന്ദ്രൻ അടക്കമുള്ളവരും പറയുന്നത് പിരായിരിയിലെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് അവർ UDFന് തിരിച്ചടിയാകും എന്ന് കരുതുന്നു. UDF വോട്ടുകൾ വേണ്ട വിധത്തിൽ പോൾ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന ഒരു വിശ്വാസത്തിലെത്തുകയും UDF 3-ാം സ്ഥാനത്തേക്ക് പോകും എന്നാണ് BJP പറയുന്നത്. പക്ഷേ കോൺഗ്രസ് അതിന് തിരിച്ചു പറയുന്ന വാദം അതല്ല. നഗരപ്രദേശങ്ങളിലെ വോട്ട് അതിനേക്കാൾ കൂടുതൽ കുറഞ്ഞിട്ടുണ്ട്. പിരായിരിയിലെ വോട്ടിംഗ് ശതമാനം അത് വെച്ച് നോക്കുമ്പോൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ആ വാദത്തിൽ അടിസ്ഥാനമില്ല എന്ന് കോൺഗ്രസ് തിരിച്ചടിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ BJPയുടെ ആത്മവിശ്വാസത്തെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ലക്ഷ്മി, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ അതായത് BJPയുടെയും കോൺഗ്രസിൻ്റെയും പാർട്ടി ശക്തി കേന്ദ്രങ്ങൾ, അതായത് ഏത് ഘട്ടത്തിലും ഏത് പ്രതിസന്ധിയിലും അവർക്ക് പുറകോട്ട് പോകാത്ത ചില ബൂത്തുകളിലെ കണക്ക് നമ്മൾ നേരത്തെ എടുത്തിരുന്നു. അതിൽ BJP ശക്തമായിട്ടുള്ള നഗരസഭയിലെ 54 ബൂത്തുകളിൽ നിന്നായി 54 ബൂത്തുകൾ, അതിൽ 7 ബൂത്തുകൾ പിരായിരിയിലും അതോടൊപ്പം തന്നെ മാത്തൂരും അവർ നേരിയ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലീഡ് വന്ന ബൂത്തുകളാണ്. അങ്ങനെ 54 ബൂത്തുകളിൽ നിന്നായി 40,087 പേര് അത്തരം ബൂത്തുകളിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. ആ വോട്ട് മുഴുവൻ BJPക്കാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അവിടെ BJP ആണ് ലീഡ് ചെയ്യുക. കുറച്ച് വോട്ട് UDFന് കിട്ടും, കുറച്ച് LDFനും കിട്ടും. LDFന് അതിന് താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറവാണ്. ഇനി UDFൻ്റെ ഒരു സ്ഥിതി പരിശോധിച്ചാൽ 75 ബൂത്തുകളാണ്. പാലക്കാട് നഗരസഭയ്ക്ക് പുറമെ അവർക്ക് പിരായിരി പഞ്ചായത്തിലും മാത്തൂരിലും കണ്ണാടിയിലുമെല്ലാം സ്വാധീനമുള്ള ലീഡ് ചെയ്യുന്ന കുറേ പഞ്ചായത്ത് ബൂത്തുകളുണ്ട്. ആ UDFന് ശക്തമായ 75 ബൂത്തുകളിൽ 57,376 പേര് വോട്ട് ചെയ്തതാണ്. അപ്പോൾ അതിനകത്ത് നമുക്കൊരു 35% വോട്ട് ഇവർക്ക് UDFന് കണക്കാക്കിയാൽ തന്നെ UDFന് നല്ലൊരു വോട്ട് അവിടെ കിട്ടും എന്നുള്ളത് ഉറപ്പാക്കാം. പക്ഷേ ഇവിടെ BJP ശക്തമായ 54 ബൂത്തുകൾ എന്ന് പറയുന്നത് മറ്റ് ബൂത്തുകളിൽ BJP ഇല്ല എന്നുള്ള അർത്ഥം. BJP അവിടെ 2-ാം സ്ഥാനത്തോ അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയി നിൽക്കുന്ന സ്ഥലങ്ങളോ BJPക്കുണ്ട്. അപ്പോൾ BJPയുടെ വോട്ടും സ്വാഭാവികമായി വർദ്ധിക്കാം. പക്ഷേ UDFനെ സംബന്ധിച്ചിടത്തോളം അത്രയും സ്ഥലങ്ങൾ, അവരുടെ ഏറ്റവും ശക്തമായ പിരായിരി പോലെയുള്ള സ്ഥലങ്ങളിൽ വോട്ട് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ LDF ശക്തമായിട്ടുള്ള, അല്ലെങ്കിൽ ശക്തം എന്ന് പറയുന്നത് അവർ ലീഡ് ചെയ്യുന്ന എന്നതാണ് അർത്ഥം. ലീഡ് ചെയ്തുകൊണ്ടിരുന്ന, അതായത് എല്ലാ ഘട്ടത്തിലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവിടെ LDFന് തന്നെയാണ് ലീഡ് എന്നുള്ളതുകൊണ്ടുകൂടിയാണ് നമ്മൾ ആ ബൂത്തുകൾ തിരഞ്ഞെടുത്തത്. അവിടെ 25 ബൂത്തുകൾ, ഈ 25 ബൂത്തുകളിലായി 17,925 പേരാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വോട്ട് ചെയ്തതിൽ കൂടുതൽ ആളുകളും LDFന് വോട്ട് ചെയ്യും എന്ന് നമ്മൾ LDFനായിരിക്കും വോട്ട് ചെയ്തതെന്ന് നമ്മൾ അനുമാനിക്കുന്നു. UDFനും അതുപോലെ തന്നെ BJPക്കും. ശാന്തകുമാർ വെള്ളാലത്ത് കൂടി ചേരുകയാണ്. ശാന്തകുമാർ വെള്ളാലത്ത്, ഈ ഇലക്ഷന് ശേഷം അവിടെ ഇടതുപക്ഷം ജയം അവകാശപ്പെടുന്നുണ്ടോ? പി സരിൻ ഉറപ്പായും ജയം അവകാശപ്പെടുന്നുണ്ട്. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അവിടെ ഉള്ളത് അദ്ദേഹം. പക്ഷേ അത്ര ആത്മവിശ്വാസം അവിടെ ജയത്തിൻ്റെ കാര്യത്തിൽ ഇടതുപക്ഷം ഇലക്ഷന് ശേഷം, പോളിംഗിന് ശേഷം പ്രകടിപ്പിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായും പാലക്കാട് ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് സരിനുള്ളത്, സ്ഥാനാർത്ഥി സരിനുള്ളത്. അദ്ദേഹത്തിൻ്റെ ഏത് സമയത്തും അദ്ദേഹത്തോട് അഭിപ്രായം ചോദിക്കുമ്പോഴും ഓരോ കണക്കുകൾ അദ്ദേഹം കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്, അത് കൃത്യമായി വിവരിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തൻ്റെ ജയത്തിൻ്റെ പ്രാധാന്യവും വ്യക്തതയും അദ്ദേഹം സൂചിപ്പിക്കുന്നത്. പക്ഷേ ഈ ബൂത്തുകളിൽ നിന്നുള്ള കണക്കുകൾ വന്നതിന് ശേഷം അത്തരത്തിലുള്ള കണക്കുകളല്ല ഉള്ളത് എന്നുള്ളതാണ് CPMന്റെ ഔദ്യോഗികമായിട്ടുള്ള നിരീക്ഷണം. അതിന് അവർക്ക് നിരവധി കാരണങ്ങളുമായി അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. കാരണം BJPക്ക് ശക്തി കേന്ദ്രങ്ങളിൽ ഉണ്ടായ പോളിംഗ് ഒരുപോലെ തന്നെ, അതേപോലെ തന്നെ UDFന്റെ ശക്തി കേന്ദ്രങ്ങളിലും പോളിംഗ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവയെല്ലാം നേരത്തെ 3-ാം സ്ഥാനത്തായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി CPMന്, ഇടതുപക്ഷത്തിന് അതിൻ്റെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് CPMന്റെ ഔദ്യോഗികമായ ഒരു വിലയിരുത്തൽ. ആ വിലയിരുത്തലിൽ തന്നെയാണ് CPM ഉള്ളത്. അതായത് നേരത്തെ 3-ാം സ്ഥാനത്തായിരുന്നുവെങ്കിൽ ആ 3-ാം സ്ഥാനത്തു നിന്ന് മാറി 2-ാം സ്ഥാനത്തേക്ക് എത്തും, ഒരു വിജയം എന്നുള്ളതിലേക്ക് സാധ്യത കുറവാണ് എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് CPMനുള്ളത്. പക്ഷേ
ഔദ്യോഗികമായി ഡോക്ടർ സരിൻ പറയുന്നത് ജയിക്കുമെന്ന് തന്നെയാണ്. അതിന് അദ്ദേഹം ചില കണക്കുകളും സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഇടതുപക്ഷത്തിന് ജയിക്കാൻ സാധ്യതയുള്ള ഒരു രീതിയിലേക്ക് എത്താനുള്ള കാരണം ഒരു ത്രികോണ മത്സരം, ശക്തമായ ഒരു ത്രികോണ മത്സരം പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അത് ഇടതുപക്ഷത്തിന് കഴിഞ്ഞു, CPM കഴിഞ്ഞു, അത് സരിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിത്വം ഉണ്ടാകുമ്പോൾ ആ സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായി അദ്ദേഹത്തിന് കിട്ടാവുന്ന നേട്ടങ്ങൾ കൂടി അതിനകത്ത് വിലയിരുത്തുന്നുണ്ട് എന്നുള്ളതാണ്. നേരത്തെ 2021 E. ശ്രീധരൻ ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട്, BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട്. അയാളുടെ വ്യക്തിപ്രഭാവം കൊണ്ട് നേടാനായ വോട്ടുകൾ നിരവധിയുണ്ട്. അത്തരത്തിലുള്ള വോട്ടുകൾ അത്രയൊന്നും കിട്ടിയില്ലെങ്കിലും പക്ഷേ അതിൻ്റെ പകുതിയോളം തനിക്ക് കിട്ടുമെന്നുള്ള ശുഭപ്രതീക്ഷ തന്നെയാണ് സരിനുള്ളത്. അപ്പോൾ സരിൻ വ്യക്തിപരമായി അങ്ങനെ ഒരു നേട്ടം കാണുമ്പോഴും സംഘടനാപരമായി CPM അതിനെ ഒരു വിജയത്തിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള ഒരു രീതിയിലേക്ക് ഇതുവരെ അവർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള കാരണങ്ങളും CPM നേരത്തെ സൂചിപ്പിച്ച പോലെ നിരത്തുന്നുണ്ട്. കാരണം നഗരസഭയിൽ CPM-ന് ഒരു സംഘടനാപരമായി നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പലയിടങ്ങളിലും 3ാം സ്ഥാനവും ഒക്കെ എത്താനേ അവർക്ക് കഴിയുള്ളൂ എന്നുള്ളത് അവർ തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇടതുപക്ഷത്തിന് ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് ആയിട്ടില്ല, ഈ പോളിംഗ് അതിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് CPM-ന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു നിരീക്ഷണം. ആ നിരീക്ഷണം തന്നെയാണ് യാഥാർത്ഥ്യമാവാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം 3ാം സ്ഥാനം ഉണ്ടായിരുന്നതിൽ നിന്ന് 2ാം സ്ഥാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. 2ാം സ്ഥാനത്തിലേക്ക് എത്തിക്കാൻ തന്നെ അത് വലിയ ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു നേട്ടം തന്നെയാണ് CPM-ഉം കണക്കാക്കുന്നത്. തീർച്ചയായും പാലക്കാട് ഒരു 2ാം സ്ഥാനം പോലും അത് വലിയ ബോണസായി CPM വിലയിരുത്തും. അവിടെ ഒരു പക്ഷേ അങ്ങനെ എത്തിയാൽ ഭരണവിരുദ്ധ വികാരമൊന്നും ആകില്ല. ആ നേരം CPM-ന്റെ പാലക്കാട് തോൽവി ഉണ്ടായാൽ ആ തോൽവിയിൽ ഭരണവിരുദ്ധ വികാരമൊന്നും ആവില്ല ചർച്ചയാവുക. അത് CPM-ന് വലിയ കരുത്ത് നൽകുകയും അത് അവർക്ക് ബോണസായി മാറുകയും ചെയ്യും എന്നുള്ളതാണ് വസ്തുത. ആൽവിൻ തോമസ് ചേരുന്നുണ്ട്. ആൽവിൻ, ഈ കണക്കുകൾ വിലയിരുത്തി വിജയിക്കും എന്ന് UDF ക്യാമ്പ് ഉറപ്പിച്ചു പറയുന്നു. കഴിഞ്ഞ ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും അതാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ആവർത്തിച്ച് പറഞ്ഞത്. പക്ഷേ നമ്മൾ അടുത്തൊന്നും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഗ്രൂപ്പ് പോരു ശക്തിയായിട്ടുള്ള കോൺഗ്രസിനകത്ത് അസംതൃപ്തികൾ പ്രകടമായിരുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞുപോയത്. ആ അസംതൃപ്തിയുടെ ഉപോൽപ്പന്നമായിരുന്നു LDF-ന്റെ സ്ഥാനാർത്ഥി തന്നെ. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിലൊക്കെ ഈ വോട്ടിങ്ങിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് കരുതുന്നുണ്ടോ? ഈ ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടുകളിൽ ചോർച്ചയോ അടിയൊഴുക്കോ ഒക്കെ ഉണ്ടാകുവാനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ടോ? എന്താണ് നമുക്ക് ഈ തലേ ദിവസം നിന്ന് വിലയിരുത്താൻ കഴിയുക ആൽവിൻ? ലക്ഷ്മി, UDF-ന്റെ പാളയം വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളുമായി അവരുമായി സംസാരിച്ചപ്പോഴും അവർ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഒക്കെയും അവർ വളരെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് തന്നെയാണ് പറയുന്നത്. കണക്കുകൾ നിരത്തി കൂടിയാണ് അവർ ആത്മവിശ്വാസത്തിന് അടിത്തറ പാകുന്നത്. കാര്യം ഈ നഗരസഭയിലെ പരിധിയിൽ വരുന്ന ബൂത്തുകളിൽ BJP-ക്ക് ഗണ്യമായ ഇടിവുണ്ടാകുമെന്നുള്ളതാണ് അവരുടെ ഒരു കണക്കുകൂട്ടൽ. അവർ ഇന്നലെ 184 ബൂത്തിലെയും ബൂത്ത് ഏജന്റുമാരിൽ നിന്ന് ഈ കണക്കുകൾ സ്വീകരിച്ച ശേഷം അവർ ടാബുലേഷൻ നടത്തി അവരുടെ ഒരു വിലയിരുത്തലായി അവർ പറയുന്നത് ഈ നഗരസഭാ മേഖലയിൽ BJP-ക്ക് വലിയ തോതിൽ ഇടിവുണ്ടാകുമെന്നുള്ളതാണ് അവരുടെ ഒരു കണക്കൂട്ടലായി പറയുന്നത്. പ്രത്യേകിച്ച് കൽപ്പാത്തി അടക്കമുള്ള മേഖലകളിലെ ചില ബൂത്തുകളിൽ 72 എടുത്തു പറയുന്ന നമ്പർ പോലും ഷാഫി പറമ്പിൽ പറഞ്ഞിരുന്നു. 72 BJP വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അവർ എടുത്തു പറയുന്നത്. അതിലവർ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ C. കൃഷ്ണകുമാർ പ്രാദേശികമായി അദ്ദേഹത്തിനോടുള്ള എതിർപ്പ് വലിയ തോതിലുണ്ട് എന്ന തരത്തിലാണ് അവർ കണക്ക് കൂട്ടുന്നത്. അതൊക്കെ ഇതിലും നിഴലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവർ കരുതുന്നത്. മൂത്താൻതറ അടക്കമുള്ള സ്ഥലങ്ങളിൽ സന്ദീപ് വാര്യരുടെ ഒരു വരവിൻ്റെ ഗുണം ഉണ്ടാകുമെന്നുള്ളത് അവർ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 6000 വോട്ടുകളാണ് നഗരസഭാ പരിധിയിൽ BJP-ക്ക് ലീഡ് ഉണ്ടായിരുന്നതെങ്കിൽ അതിൽ നിന്ന് വലിയ ഗണ്യമായ കുറവ് ഉണ്ടാകും എന്നുള്ളതാണ് UDF-ന്റെ പ്രതീക്ഷ. ഒരു പക്ഷേ അത്ഭുതമെങ്കിൽ ചിലപ്പോൾ ലീഡ് ചെയ്യാനുള്ള സാധ്യത പോലും ഉണ്ട് എന്നാണ് അവരുടെ ഒരു കണക്കുകൂട്ടലായി അവർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നഗരസഭാ പ്രദേശം അങ്ങനെയെങ്കിൽ
പിരായിരി അടക്കമുള്ള പഞ്ചായത്തുകളിലേക്ക് പോയാൽ പിരായിരിയിൽ വലിയ പ്രതീക്ഷയാണ് എല്ലാ കാലത്തും UDF-നുള്ളത്. എല്ലാ കാലത്തും മുൻതൂക്കം UDF-ന് തന്നെയാണ് ഉണ്ടായിട്ടുള്ളതും. പക്ഷേ പോളിംഗ് ശതമാനത്തിൽ ചെറിയ കുറവ് പിരായിരിയിൽ ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 2% കുറവ് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നാൽ 70-ന് മുകളിൽ പോളിംഗ് പിരായിരി പഞ്ചായത്തിലുണ്ട്. പിരായിരി പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ UDF-ന്റെ ശക്തി കേന്ദ്രമാണ്. മിക്കവാറും ബൂത്തുകളിലൊക്കെയും ലീഡ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ പിരായിരിയിൽ ഗണ്യമായൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് അവർ കണക്കുകൂട്ടുന്നു. മാത്തൂരിലേക്ക് എത്തുകയാണെങ്കിൽ മാത്തൂരിലും UDF-ന് വലിയ സ്വാധീനമുള്ള മേഖലയാണ് മാത്തൂർ പഞ്ചായത്ത്. മാത്തൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് പെർസെൻറ്റേജ് വലിയ തോതിൽ കൂടിയിട്ടുണ്ട്. 78% പോളിംഗ് പെർസെൻറ്റേജ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പോളിംഗ് വലിയ തോതിൽ തങ്ങൾക്ക് ഗുണമാകുമെന്നുള്ളതാണ് UDF-ന്റെ കണക്കുകൂട്ടലായി അവർ പറയുന്നത്. കണ്ണാടി പഞ്ചായത്തിലേക്ക് വരുമ്പോഴും LDF-ന്റെ ഒരു ശക്തി കേന്ദ്രമാണെങ്കിൽ പോലും അവിടെ ഒരു ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് അവർ പറയുന്നത്. ലീഡിംഗ് ഒരു പക്ഷേ ഇടതുപക്ഷം തന്നെയായിരിക്കും അവിടെ ലീഡ് ചെയ്യുക. എങ്കിലും UDF-ന്റെ വോട്ടുകൾ കൂടുതലായി അവർക്ക് സമാഹരിക്കാൻ അവിടെയും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ ഒരു വിലയിരുത്തലും കണക്കുകൂട്ടലുമൊക്കെയായി അവർ പറയുന്നത്. പിന്നെ ഈ പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു എന്നത് പറയുമ്പോൾ അവർ പറയുന്നത് ഒരു ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ്. മിക്കവാറും മറ്റിടങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, മറ്റ് സ്ഥലങ്ങളിലുള്ളവരുണ്ട്, വിദേശത്തുള്ളവരുണ്ട്. ഇവരാരും ഒരു ഉപതെരഞ്ഞെടുപ്പിന് വന്ന് വോട്ട് ചെയ്യുക അസാധ്യമായ ഒരു കാര്യമാണ് എന്നുള്ളത് തങ്ങൾക്കും അറിയാം. അത്തരത്തിലൊരു വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ ഒരു വിലയിരുത്തലായി പറയുന്നത്. പക്ഷേ UDF-ന്റെ കേന്ദ്രങ്ങളിലൊക്കെയും കൃത്യമായി വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അവരുടെ ബൂത്തുകളിലൊക്കെയും കൃത്യമായി UDF-ന്റെ ബൂത്തുകളിലൊക്കെയും കൃത്യമായി അവരുടെ വോട്ടുകൾ വീണിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അവരുടെ ആത്മവിശ്വാസം. ഏതായാലും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് UDF അവിടെ ഉള്ളത്. അവരുടെ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെട്ടു എന്ന ആത്മവിശ്വാസമാണ് അവർ കണക്ക് നിരത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സരീഷ് PK കൂടി ചേരുകയാണ്. സരീഷ്, കഴിഞ്ഞ ദിവസം തന്നെ UDF അവിടെ NDAയും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണുള്ളത്. C. കൃഷ്ണകുമാർ ജയം ഉറപ്പിച്ച മട്ടിലാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതെന്ന് സംസാരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം നടത്തിയ ഒരു നിരീക്ഷണം വളരെ കൗതുകകരമായി തോന്നിയത് UDF 3-ാം സ്ഥാനത്തേക്ക് പോകും പാലക്കാട് എന്ന നിരീക്ഷണം അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടെ നടത്തുകയാണ്. അതിൻ്റെ തൊട്ടു പിന്നാലെ K. സുരേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതും കണ്ടു. എന്താണ് ആ ഒരു ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം? UDF വോട്ടുകൾ BJP-യിലേക്ക് എത്തി എന്ന് എങ്ങനെയാണ് ഉറപ്പിക്കുന്നത് NDA ക്യാമ്പ്? രാഷ്ട്രീയമായ ചില വെല്ലുവിളികൾ, അതോടൊപ്പം തന്നെ പ്രസ്താവനകൾ, അതിനപ്പുറത്തേക്കാണ് കണക്കുകൾ സംസാരിക്കുന്നത്. ഇന്നലെയാണ് യഥാർത്ഥത്തിൽ കൃത്യമായൊരു കണക്കിലേക്ക് NDA ക്യാമ്പ് എത്തിയത്. 2 തരത്തിലുള്ള കണക്കുകളാണ് അവർ എടുത്തത്. ഒന്ന്, ബൂത്തിലെ പോളിംഗ് ഏജൻറ്റുമാർ നൽകിയ കൃത്യമായ കണക്ക്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ കുറേ നാളുകളായി, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ തന്നെ കൃത്യമായി RSSൻ്റെ സംഘപ്രവർത്തകർ ക്യാമ്പ് ചെയ്യുകയും ഓരോ ബൂത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത് അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ 2 പേരുടെയും കണക്കുകൾ ശേഖരിച്ചതിന് ശേഷമാണ് കൃത്യമായൊരു അവലോകനത്തിലേക്ക് പാർട്ടികൾ വന്നത്. കൃത്യമായി രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ 2 മുന്നണികൾ അവകാശപ്പെടുന്നതിനപ്പുറത്തേക്ക് വിജയസാധ്യത കൂടുതൽ C. കൃഷ്ണകുമാറിനാണ് എന്നൊരു കണക്കുകൂട്ടലിലേക്കാണ് NDA ക്യാമ്പ് എത്തിയത്. അതിനവർ പറയുന്ന ചില കാര്യങ്ങൾ, ഒന്ന്, കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം നഗരസഭ സമ്മാനിക്കും എന്നുള്ളതാണ്. നഗരസഭയിൽ കൃത്യമായി തങ്ങളുടെ സ്വാധീനം വ്യക്തമാക്കാൻ ഇത്തവണയും NDA ക്യാമ്പിന് സാധിക്കും, BJP-ക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ വോട്ട് ലഭിക്കും എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതിൽ അവർ പറയുന്നത് താരതമ്യേന വോട്ടിംഗ് പെർസെൻറ്റേജിൽ വലിയ കുറവുണ്ട്. കഴിഞ്ഞ തവണ 75% ഇത്തവണ 70%. പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ പുതിയ വോട്ടർമാരെ ചേർക്കാൻ BJP-ക്ക് സാധിച്ചിട്ടുണ്ട്. ആ BJP-ക്ക് സാധിച്ച വോട്ടുകളെല്ലാം തന്നെ കൃത്യമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് കൃത്യമായി ഗുണം ചെയ്യും. അതോടൊപ്പം തന്നെ സ്ഥലം മാറിപ്പോയവർ, അതോടൊപ്പം മരിച്ചവർ, ഇരട്ട വോട്ടുകൾ, ഇതെല്ലാം ഇപ്പോഴും ആ പട്ടികയിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 75%-അപ്പുറത്തേക്ക് എത്തേണ്ടിയിരുന്ന, യഥാർത്ഥത്തിൽ കൃത്യമായ കണക്കായിരുന്നെങ്കിൽ 75%-അപ്പുറത്തേക്കായിരുന്നെങ്കിൽ പോലും വലിയ ഭൂരിപക്ഷം നഗരസഭയിൽ നിന്ന് ലഭിക്കും എന്നുള്ളതാണ് അവർ കണക്ക് കൂട്ടുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ കൃത്യമായി 80 മുതൽ 85% പോളിംഗ് ഉറപ്പുവരുത്താനും NDAക്ക് സാധിച്ചിട്ടുണ്ട് എന്നവർ അവകാശപ്പെടുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ വലിയൊരു ലീഡിലേക്ക്, കഴിഞ്ഞ തവണ 6000 വോട്ടാണ് നഗരസഭയിൽ ലഭിച്ചത്, അത് ഇത്തവണ 7000 മുതൽ 8500 വരെ ആകും എന്നൊരു കണക്കുകൂട്ടലിലാണ്
NDA ക്യാമ്പുള്ളത്. അതോടൊപ്പം തന്നെ പഞ്ചായത്തിലേക്ക് പോയാൽ അവിടെ പിരായിരിയിലും അതോടൊപ്പം തന്നെ മാത്തൂർ പഞ്ചായത്തിലും കഴിഞ്ഞ തവണ ലഭിച്ചതിൻ്റെ ഇരട്ടിയോളം വോട്ടുകൾ ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നതിന് കാരണമായി അവർ പറയുന്നത്, ഒന്ന്, LDF സ്ഥാനാർത്ഥി സ്വതന്ത്രനാണ്, അതുകൊണ്ട് തന്നെ ചില വോട്ടുകൾ അങ്ങോട്ട് പോയാൽ പോലും കോൺഗ്രസിനെതിരെ വലിയ വികാരമുണ്ട്. ആ വികാരം കൃത്യമായി NDAയിലേക്ക് എത്തും, അല്ലെങ്കിൽ BJPയിലേക്ക് എത്തും എന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. അതോടൊപ്പം തന്നെ BJPക്ക് പോൾ ചെയ്ത്, അല്ലെങ്കിൽ BJPക്ക് ലഭിക്കാവുന്ന വോട്ടുകളെല്ലാം തന്നെ പോൾ ചെയ്തിട്ടുണ്ട്. ആ പിരായിരിലും മാത്തൂരിലും കേന്ദ്രീകരിച്ചായിരുന്നു C. കൃഷ്ണകുമാർ കൂടുതലും ക്യാമ്പയിനുകളിൽ പങ്കെടുത്തത്, കൂടുതലും ബൂത്ത് സന്ദർശനങ്ങൾ നടത്തിയത്. അവസാന ഘട്ടത്തിൽ പോലും, അതായത് പരസ്യപ്രചാരണം അവസാനിക്കുന്ന അന്ന് രാവിലെ പോലും അദ്ദേഹം മാത്തൂർ പഞ്ചായത്തിലും അപ്പം തന്നെ പിരായിരി പഞ്ചായത്തിലുമായിരുന്നു. അപ്പോൾ അത്രത്തോളം ശ്രദ്ധ അവിടെ നൽകിയതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുമെന്ന് അവർ കരുതുന്നു. അതോടൊപ്പം പിരായിരിയിലാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ ഉണ്ടായത്. അവിടെ പലരും പാർട്ടി മാറുകയും അതോടൊപ്പം തന്നെ നിലവിലെ നേതൃത്വത്തിനെതിരെ രംഗത്ത് വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം വോട്ടുകൾ നിലവിൽ പോൾ ചെയ്യപ്പെട്ടിട്ടില്ല. പോൾ ചെയ്ത ചില വോട്ടുകളാവട്ടെ അത് LDFിലേക്കോ കോൺഗ്രസിലേക്കോ പോകാതെ NDAയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നൊരു കണക്കുകൂട്ടൽ കൂടി BJPക്ക് മുന്നിലുണ്ട്. അത് സമാനമായി പാലക്കാട് എന്തും സംഭവിക്കാവുന്ന സ്ഥിതി തന്നെയാണ് ഉള്ളത്. അവിടെ വലിയ പ്രതീക്ഷയിലാണ് BJP ഉള്ളത്, ഒപ്പം കോൺഗ്രസ് ഉള്ളത്. ഇടതുപക്ഷവും വലിയ പ്രതീക്ഷകൾ പാലക്കാട് വച്ചു പുലർത്തുന്നുണ്ട് P. സരിനിലൂടെ. ഇനി നമ്മൾ പോകുന്നത് വയനാട്ടിലാണ്. വയനാട്ടിൽ ലിജോ വർഗീസിലേക്ക് ഞാൻ അല്പനേരത്തേക്ക് ബാറ്റൺ കൈമാറുകയാണ്. ലിജോ, വയനാട്ടിലെ പ്രധാന ചർച്ച പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം തന്നെയാണ്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം അത് പാർലമെൻറ്റിലേക്കുള്ള അവരുടെ അരങ്ങേറ്റമാണ്, പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്കുള്ള അരങ്ങേറ്റം. അതുകൊണ്ട് തന്നെ അവിടെ ഭൂരിപക്ഷം കുറയുക എന്നുള്ളത് കേരളത്തിലെ കോൺഗ്രസിന് മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും, ക്ഷീണമാകും, നാണക്കേടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മാത്രമല്ല ഗാന്ധി കുടുംബത്തിനെതിരായ വിവാദങ്ങളും കാര്യങ്ങളുമൊക്കെ പരാതികളുമൊക്കെ കൂടുതൽ പൊങ്ങി വരാൻ, ദേശീയ തലത്തിൽ പൊങ്ങി വരാൻ കൂടി അത് കാരണമാകും എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായും ലക്ഷ്മി, എനിക്കൊപ്പം ഇവിടെ ബെൻസൺ, അതോടൊപ്പം തന്നെ ഈ വയനാട് ബ്യൂറോയിലെ റിപ്പോർട്ടറായിട്ടുള്ള രതീഷുമുണ്ട്. ഞാനിപ്പോഴുള്ളത് കൽപ്പറ്റയിലാണ്. 3 നിയമസഭാ മണ്ഡലങ്ങൾ, അതായത് സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, മാനന്തവാടി എന്നീ 3 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണുന്ന SKMJ സ്കൂളിൻ്റെ ഗ്രൗണ്ടിന് തൊട്ട് അപ്പുറത്താണ്. ഇവിടെ അപ്പുറത്താണ് നാളെ വോട്ടെണ്ണുന്നത്. അതിന് തൊട്ട് മുൻപിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഏതായാലും ലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി UDF ഇത്തവണത്തെ ഈ ഉപതെരഞ്ഞെടുപ്പിനെ കണ്ടിട്ടുണ്ട് എന്നുള്ളതിന് ഒരു സംശയവുമില്ല. പല ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷ അംഗങ്ങൾ പോലും പറയുന്ന ഒരു കാര്യം, സാധാരണ നിലയിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം എടുക്കുന്ന അത്രയും മികച്ച പ്രവർത്തനം ഇത്തവണ ഏതായാലും UDFിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തവണ ഉണ്ടായിട്ടുണ്ട് എന്നതിൽ സംശയമില്ല എന്നുള്ളതാണ്. ബൂത്ത് തലം കേന്ദ്രീകരിച്ച് വളരെ ചിട്ടയോടുകൂടിയുള്ള ഒരു പ്രവർത്തനം അവർ നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ കുടുംബയോഗങ്ങൾ, വളരെ കൃത്യമായി കുടുംബയോഗങ്ങൾ വിളിച്ച് പ്രധാനപ്പെട്ട നേതാക്കൾ, അതിൽ ചില യോഗങ്ങളിൽ MLA മാർ, ചില യോഗങ്ങളിൽ MP മാർ, അങ്ങനെ പല ആളുകൾ, പ്രധാനപ്പെട്ട നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ കുടുംബയോഗങ്ങൾ നടത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. ആ തരത്തിൽ UDF വളരെ സുശക്തമായിട്ടുള്ള ഒരു പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിൽ അവർ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രതിഫലനം യഥാർത്ഥത്തിൽ കഴിഞ്ഞ 13-ാം തീയതി നടന്ന വോട്ടെടുപ്പിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത്. 65% ഇത്തവണത്തെ വോട്ടിംഗ് ശതമാനമായി വന്നിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, പൊതു തെരഞ്ഞെടുപ്പിൽ 2024 നടന്ന, രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിച്ചപ്പോൾ നടന്ന അത്രയും പോളിംഗ് നടന്നില്ല എന്നുള്ളതാണ്. അത്രയും പോളിംഗ് ശതമാനം ഉയരാത്തത് അവരെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അന്ന് 72% ഏതാണ്ട് 7% കുറവുണ്ട്. അത് ഏത് തരത്തിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രതീഷ്, ഏറ്റവും നമ്മുടെ ഒരു സാമാന്യ യുക്തിക്ക് നിരക്കുന്നതല്ല യഥാർത്ഥത്തിൽ 5 ലക്ഷം എന്നുള്ളൊരു ഭൂരിപക്ഷം ഇപ്പോഴും, അത് 4 ലക്ഷമൊക്കെ ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത്തരത്തിലൊക്കെ എത്താനുള്ള സാധ്യത നിലവിൽ കാണുന്നുണ്ടോ ഈ മണ്ഡലത്തിൽ? ഈ കോൺഗ്രസ് പ്രവർത്തകർ UDF ക്യാമ്പ് എടുത്ത പണിക്ക്, അതായത് അവർ ലിജോ നേരത്തെ പറഞ്ഞ പോലെ വളരെ പ്രത്യക്ഷത്തിൽ തന്നെ അവൾ വളരെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിയത്. കാരണം ഈ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം തന്നെ നേരത്തെ തന്നെ അവർക്ക് അറിയാമായിരുന്നതുകൊണ്ട് ആ രീതിയിലുള്ള വലിയ ഒരു ഒരുക്കത്തിന് അവർ തയ്യാറായിരുന്നു. പിന്നെ മണ്ഡലത്തിലെ മേൽക്കൈ, ഇതൊക്കെ കൃത്യമായി ഉപയോഗിച്ചൊരു തെരഞ്ഞെടുപ്പാണ്. മാത്രമല്ല പ്രചാരണത്തിലൊക്കെ അതൊക്കെ ചെയ്തിട്ടും ഈ പോളിംഗ് ശതമാനം 64 കഴിഞ്ഞ 73 അത് 64 ചുരുങ്ങിയപ്പോഴുള്ള വലിയ ഒരു ടെൻഷൻ അവർ ക്യാമ്പിലുണ്ട്.
ഇത് ഒരിക്കലും ഈ ഇവർ പറയുന്ന ഈ ഇമാജിൻ നമ്പറിലേക്ക് എത്തില്ല എന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. ഇനി വല്ല അട്ടിമറി ഈ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും വോട്ടുകൾ കൂടുതൽ വരുമോ എന്നൊക്കെയുള്ളൊരു ചർച്ച മാത്രമേ ഉള്ളൂ. കാരണം ഈ ശതമാനം വെച്ച് UDF പോലും ആശങ്കയുണ്ട്. അപ്പം അവർ പറയുന്നത് 3.5 ലക്ഷം വോട്ട് ഒക്കെ ലഭിച്ചേക്കാം എന്നാണ് മുതിർന്ന നേതാക്കൾ പോലും സംശയത്തോടെ പറയുന്നത്. ഇത് UDF മാത്രം പ്രശ്നമല്ല. ഇത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആനി രാജ കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ നല്ല ഫൈറ്റ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 2,80,000 വോട്ട് LDF പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. CPI സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നേട്ടമായിട്ട് തന്നെ അവർ കാണുന്നുണ്ട്. ഇത്തവണ സത്യം മൊകേരി വരുമ്പോൾ സ്വാഭാവികമായിട്ടും 2014 ഒരു കണക്ക് വെച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ മത്സരത്തിന് ഇറങ്ങുന്നത്. പക്ഷേ അതിനുള്ളൊരു ഗുണം ഉണ്ടായില്ല. അത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രിയങ്ക ഗാന്ധിയെ പോലൊരു സ്ഥാനാർത്ഥി. രണ്ടാമത്തെ കാര്യം, ഇടതുപക്ഷം കൃത്യമായി പണിയെടുത്തോ എന്നുള്ളൊരു ചോദ്യവും ബാക്കിയുണ്ട്. അല്ല, അത് പ്രശ്നമുണ്ട്. കാരണം ഈ ഇടതുപക്ഷത്തിൻ്റെ ചില പ്രധാന മേഖലകളിൽ നിന്ന് ഗോത്ര മേഖലകളിലൊക്കെ ആളുകൾ വോട്ടിന് വന്നിട്ടില്ല. വോട്ട് എടുപ്പിന് സാധാരണ അവരെ എത്തിക്കുക എന്നുള്ള ഒരു പരിപാടി കൃത്യമായി ഇടതുപക്ഷം ചെയ്തിരുന്നു. അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. നമ്മളൊക്കെ അതിനുശേഷം പല ഗോത്ര കോളനികളിലൊക്കെ പോകുമ്പോൾ അവർ വോട്ടിന് വന്നിട്ടില്ല, അവർ പോയിട്ടില്ല എന്ന് തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു നിസ്സംഗത ഇടതുപക്ഷത്തിന് ഒരു അലസത ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പറയാതിരിക്കും. എത്ര വോട്ട് കിട്ടുമെന്നാണ് ഏകദേശം ഇടതുപക്ഷത്തിന്റെ ഒരു കണക്കൂട്ടൽ? 2,20,000 അല്ലെങ്കിൽ 2,00,000 ലക്ഷത്തിൽ കൂടുതൽ ലഭിക്കില്ല എന്നുള്ള നല്ല ബോധ്യം ഇടതുപക്ഷത്തിനുണ്ട് എന്നാണ് മുതിർന്ന നേതാക്കൾ പോലും പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ. കാരണം അതിനുള്ള സാധ്യതയുണ്ട് ഉറപ്പായും. തിരുവമ്പാടി മണ്ഡലത്തിന്റെ വോട്ടർ കൂടിയാണ്. ഇത്തവണ വോട്ട് ചെയ്തിട്ടാണ് വന്നത്. ഇലക്ഷൻസ് ദിവസം വോട്ട് ചെയ്തിട്ടാണ് ഡ്യൂട്ടിക്ക് വന്ന ബെൻസൺ. എന്താണ് തിരുവമ്പാടി ഉൾപ്പെടെയുള്ള അങ്ങോട്ട്, അതായത് വയനാട് മണ്ഡലം എന്ന് പറയുമ്പോൾ പോലും മലപ്പുറം ജില്ലയിലെ 3 മണ്ഡലം കൂടിയുണ്ട്, തിരുവമ്പാടിയുണ്ട്. അങ്ങനെ 4 മണ്ഡലം അവിടെ കിടക്കുകയാണ്. സ്വാഭാവികമായിട്ടും തിരുവമ്പാടി മണ്ഡലം ഒഴികെ ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ കുറേ കൂടി ശക്തമായൊരു ഇടപെടൽ നടത്താൻ UDF കഴിയും, അല്ലെങ്കിൽ UDF ഭയങ്കര സ്വാധീനമുള്ള മേഖലയാണ്. എന്തായിരിക്കും തിരുവമ്പാടിയിലെ ഒരു സാധ്യത? സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തിരുവമ്പാടി, അതുപോലെ കോഴിക്കോടിൻ്റെ തിരുവമ്പാടി, അതോടൊപ്പം തന്നെ മലപ്പുറത്തു നിന്നുള്ള ഏറനാട്, വണ്ടൂർ, നിലമ്പൂർ അടക്കമുള്ള മണ്ഡലങ്ങൾ. അപ്പോൾ ഈ മണ്ഡലങ്ങളിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ UDF വലിയ മേൽക്കോയ്മയുള്ള സ്ഥലങ്ങളാണ് ഇവിടെ എല്ലാം തന്നെ. പക്ഷേ കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളായി അവിടെ ഇടതുപക്ഷമാണ് ജയിച്ചു വരുന്നത്. തിരുവമ്പാടിയിൽ നീ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ LDF പ്രവർത്തനം ഈ ഒരു പ്രചാരണ രംഗത്ത് എത്രത്തോളം ശക്തമായിരുന്നു എന്നത് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം കൃത്യമായിട്ട് ഓരോ ഇടങ്ങളിലും എത്തി പ്രവർത്തിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അത്രത്തോളം ശക്തമായിരുന്നില്ല എന്നത് CPI തന്നെ, അവിടുത്തെ പ്രധാന നേതാക്കളൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഈ നിലമ്പൂർ മണ്ഡലത്തിൽ വോട്ടിംഗ് ശതമാനം പാടെ കുറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ അൻവറിൻ്റെ സ്വാധീനം അവിടെ എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ അത് എത്രത്തോളം സ്വാധീനിക്കും, ആ വോട്ടുകൾ ആർക്ക് പോയി, അല്ലെങ്കിൽ ആർക്ക് നഷ്ടപ്പെട്ട വോട്ടുകളാണ് എന്നതിലും അവിടെ ചോദ്യം നിൽക്കുന്നുണ്ട്. ആരാണ് അവിടെ വോട്ട് ചെയ്യാത്തത് എന്നതിലും അവിടെ ചോദ്യം നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം, അതായത് ഈ 2024 പൊതുതെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകിയിട്ടുള്ളത് ഏറനാട് മണ്ഡലമായിരുന്നു. അവിടെ ഇത്തവണ ഏറ്റവും കൂടുതൽ ഈ വോട്ട് കുറവാണ് എല്ലാ മണ്ഡലങ്ങളിലും, പക്ഷേ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ വോട്ടിംഗ് നടന്നിട്ടുള്ള 69% പോളിംഗ് ഏറനാട് മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ UDF ബെൽറ്റുകളിൽ കൃത്യമായിട്ടുള്ള വോട്ടുകൾ വീണിട്ടുണ്ട് എന്ന് തന്നെയാണ് ഒരു കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 5 ലക്ഷം ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ പോൾ ചെയ്തിട്ടുള്ള വോട്ടിൻ്റെ 70% പ്രിയങ്ക ഗാന്ധിക്ക് ലഭിക്കണം. എന്നാൽ മാത്രമേ 5 ലക്ഷം ഭൂരിപക്ഷത്തിലെത്തുള്ളൂ. അത് പ്രായോഗികമല്ല എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത്, LDF വോട്ട് കുറയുന്നതിനോടൊപ്പം തന്നെ BJP എത്രത്തോളം വോട്ട് പിടിക്കുന്നുണ്ട് എന്നൊരു കാര്യം കൂടി നമ്മൾ പരിശോധിക്കുന്നുണ്ട്. 2019 തെരഞ്ഞെടുപ്പിൽ 17,000 വോട്ടാണ് സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിൽ BJP ഉണ്ടായിരുന്നത്. അത് 2024 പൊതുതെരഞ്ഞെടുപ്പിൽ K സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ 37,000 വോട്ടിലേക്ക് വർദ്ധിക്കുന്നു. അത്തരത്തിൽ ഈ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നത് കൃത്യമായും ക്രിസ്ത്യാനികൾ കൂടുതലായിട്ടുള്ള ഒരു നിയോജക മണ്ഡലമാണ്. അപ്പോൾ അവിടെ ഇത്രത്തോളം വോട്ടുകൾ BJP വർദ്ധിക്കുന്നു എന്നുള്ളത് അവിടെ അതൊരു ചർച്ചയാവേണ്ട കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള ഇടങ്ങളിൽ അവരുടെ സ്വാധീനം ചെലുത്താൻ BJPക്കും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വോട്ടുകൾ ആർക്കാണ് കുറയുന്നത് എന്നതിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. വേണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ വേണമെങ്കിൽ ഇത് 5 ലക്ഷത്തിൽ എത്താം, ചിലപ്പോൾ പറയാൻ പറ്റില്ല, അത്തരത്തിലുള്ള മാജിക്കുകളൊക്കെ സംഭവിക്കാം. പക്ഷേ എന്നാലും കണക്കുകൾക്കനുസരിച്ച് ഏകദേശം 3 ലക്ഷത്തിനും 4 ലക്ഷത്തിനും ഇടയിൽ ഒരു ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ ഈ അവസാന ഘട്ടത്തോടെത്തിയപ്പോൾ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകൾക്കപ്പുറത്ത് ഈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് നൽകുന്ന കിറ്റ് അടക്കമുള്ള ആ വാർത്തകളൊക്കെ നമ്മൾ തന്നെയാണ് പുറത്തുവിട്ടത്. ന്യൂസ് മലയാളമാണ് ആദ്യം പുറത്തുവിട്ടത്, രതീഷേട്ടനാണ് പുറത്തുവിട്ടത്. ആ സമയത്ത് രാഷ്ട്രീയപരമായിട്ടൊരു എഡ്ജ് ഉണ്ടാക്കാനുള്ള ശ്രമം ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായെങ്കിലും അതും അത്രത്തോളം അങ്ങോട്ട് വിലപ്പോയില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ആ രീതിയിലൊരു
അവർക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു എഡ്ജിനെ കൃത്യമായി മുൻപോട്ട് കൊണ്ടുപോകാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് കരുതുന്നത്. അപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ മാജിക്കുകളൊന്നും സംഭവിക്കാനില്ല. ഈ പ്രിയങ്ക ഗാന്ധിക്ക് എത്രത്തോളം വോട്ട് ലഭിക്കുന്നു അല്ലെങ്കിൽ ഭൂരിപക്ഷം എത്രത്തോളം ലഭിക്കുന്നു എന്നൊരു ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത്. പക്ഷേ എനിക്ക് എടുത്ത് ചോദിക്കാനുള്ളത് രതീഷേട്ടനോട് ഒരു ചോദ്യമാണ്. ഈ BJPയുടെ ഒരു നില എത്രത്തോളമാണ് ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ? അവർ കൃത്യമായിട്ടും BJP പറയുന്നത് അവരുടെ കൃത്യമായിട്ടുള്ള വോട്ടുകൾ വീണിട്ടുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം വോട്ട് അവർക്ക് ലഭിച്ചിട്ടുണ്ട്? ഈ ഇടതുപക്ഷം അല്ലെങ്കിൽ CPI ആണ് മത്സരിക്കുന്നത്, LDF 3ാം സ്ഥാനത്തേക്ക് പോകുമോ എന്നൊരു സംശയം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ തവണ നേരത്തെ ബെൻസൺ സൂചിപ്പിച്ച പോലെ സുൽത്താൻ ബത്തേരി വലിയ മേൽക്കൈമ ഉണ്ടാക്കിയിട്ടുണ്ട് BJP പല മണ്ഡലങ്ങളും. ഒരു 80% ഇടങ്ങളിൽ 2ാം സ്ഥാനം വരെ അവർ വന്നിട്ടുണ്ട്. അതൊരു ഈ മറ്റുള്ള മതേതര കക്ഷികൾക്കൊക്കെ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്, അവരത് പുറത്ത് പറയുന്നില്ലെങ്കിലും. മാത്രമല്ല 1,43,000 വോട്ടുകൾ കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ നേടിയൊരു മണ്ഡലമാണ്. അപ്പോൾ ഈ നവ്യ ഹരിദാസിനെ പോലെ പുതുമുഖം അത് എത്രത്തോളം മറികടക്കുന്നുള്ള പ്രശ്നമുണ്ടെങ്കിലും മറ്റൊരു കാര്യം ലിജോ, ഈ BJP അവിടെ മേൽക്കൈ നേടുമോ എന്ന ചോദ്യം ചോദിക്കുമ്പോഴും ഒരു മഹാദുരന്തത്തിന് ശേഷം നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണ് അവിടെ നടന്നത്. അതിനകത്ത് ഒരു ചില്ലിക്കാശിന്റെ സഹായം, കേന്ദ്ര സഹായം കിട്ടിയിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് വയനാട് ജനതയ്ക്ക് BJPക്ക് അനുകൂലമായി അവിടെ ചിന്തിക്കാൻ കഴിയുക എന്ന ചോദ്യം എല്ലാവരിലും ബാക്കിയാകുന്നുണ്ട്. തീർച്ചയായും വയനാട് ദുരന്തം, അത് ചൂരൽമല മുണ്ടക്കൈ ദുരിതത്തിന് ശേഷം ആ തരത്തിലുള്ള ചർച്ചകൾ വളരെ സജീവമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അത് സ്വാഭാവികമായിട്ട് നമ്മൾ ഇപ്പോൾ പാലക്കാടായാലും ചേലക്കര ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ മണ്ഡലത്തിലെ വിഷയം ചർച്ച ചെയ്തിട്ടുള്ളത് വയനാട് ലോക്സഭാ മണ്ഡലത്തിലാണ്. അതിന് തർക്കമൊന്നുമില്ല. അത് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട വിഷയമായാലും അതോടൊപ്പം തന്നെ രാത്രി യാത്രാ നിരോധനമായാലും മെഡിക്കൽ കോളേജായാലും വന്യജീവി സംഘർഷമായാലും അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇവിടെയുണ്ട്. ഏറ്റവും ഒടുവിലായി ESI അടക്കമുള്ള വിഷയങ്ങൾ ഇവിടെ വളരെ സജീവമായി ചർച്ചയിലുണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി, അതായത് ഏതാണ്ട് ഒരു 3-4 വർഷമായി വളരെ കൃത്യമായി BJP അവരുടെ വോട്ടുകൾ സമാഹരിക്കുന്നതിൽ വളരെ കൃത്യമായി ഈ മണ്ഡലത്തിൽ വിജയിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത് കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തുള്ള വോട്ടിംഗ് പാറ്റേൺ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. കുടിയേറ്റ മേഖലയിലുള്ള പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മേഖലയിൽ ആ വോട്ട് മേഖലയിലേക്ക് കടന്നു കയറാൻ, പരമ്പരാഗതമായി UDFന്റെ വോട്ടുകളിലേക്ക് കടന്നു കയറാൻ യഥാർത്ഥത്തിൽ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ രസകരമായ കാര്യം, പലയിടങ്ങളിലും ആ BJPയുടെ ബൂത്ത് പ്രസിഡന്റുമാർ ഇപ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളാണ്. ആ തരത്തിൽ കുറെ കൂടി സജീവമായി അവരെ കൂടി പങ്കെടുപ്പിച്ച് BJPയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുത്താൻ യഥാർത്ഥത്തിൽ BJPക്ക് കഴിഞ്ഞ ഒരു കാലമാണിത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇത്രയും വലിയൊരു ദുരന്തം ഇവിടെ നടക്കുമ്പോൾ, അല്ലെങ്കിൽ അത് നടന്ന അതിനുശേഷം കൃത്യമായ ധനസഹായം ലഭിക്കാത്തതിന്റെ വിഷയം, അതിൽ രാഷ്ട്രീയമായി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ V മുരളീധരൻ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് സംസാരിക്കുന്നതെങ്കിൽ പോലും വളരെ ചെറിയൊരു പ്രദേശത്ത് നടന്ന 2-3 വാർഡുകളിൽ നടന്ന ഒരു ദുരന്തം എന്ന് അതിനെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പോലും അതിന് മുൻപേ തന്നെ അടിത്തട്ടിൽ വളരെ കൃത്യമായി പണിയെടുക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ബൂത്ത് പ്രസിഡന്റുമാർ പോലും ആയി ഇവിടെ നിരവധി ആളുകൾ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് വരുന്നുണ്ട്. അതായത് BJPയോട് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഐത്തം യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ നിന്ന് മാറിയിട്ടുണ്ട് എന്നത് ഒരു വളരെ കൃത്യമായ കാര്യമാണ്. അത് ഏറ്റവും ചുരുക്കം തിരുവമ്പാടിയിലും അതോടൊപ്പം തന്നെ സുൽത്താൻ ബത്തേരിയിലെ നിയോജക മണ്ഡലങ്ങൾ, ഈ 2 മണ്ഡലങ്ങളിൽ അത് പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ്. ആ തരത്തിൽ കുറെ കൂടി ശക്തമായി അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തിലൊരു കാര്യം, നടവേൽ ഉൾപ്പെടെയുള്ള മേഖല, അതായത് നടവേൽ മുതൽ പോവുകയാണെങ്കിൽ നടവേൽ, പുൽപ്പള്ളി, ഭൂതാനം മേഖല, അങ്ങനെ വന്ന് വടക്കനാട് വരെയുള്ള ഈ ഒരു മേഖല, അവിടെയാണല്ലോ ESI വിഷയം ഉണ്ടായിരുന്നത്. അവിടെയൊക്കെ ഈ തവണ വോട്ട് ചെയ്യാൻ പലരും പോയിട്ടില്ല. ചിലർ നോട്ടൊക്കെ വോട്ട് കുത്തുന്നു. ആ തരത്തിൽ പൂർണ്ണമായും ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് അവർ പോയിട്ടുണ്ട് എന്നുള്ളൊരു സൂചന അവിടെയുണ്ട്. അല്ല, അത് ഉറപ്പാണ്. കാരണം ഈ BJP ഇത് മുതലാക്കുന്നത് വളരെ കൃത്യമായിട്ടുള്ള ഇരു മുന്നണികളും ഭരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഇരു മുന്നണികളും ഭരണമുന്നണികളായിരുന്നു കേരളത്തിലും കേന്ദ്രത്തിലും. അതുകൊണ്ട് ഞങ്ങൾക്ക് അവസരം തരണം എന്നുള്ള സാധാരണമായിട്ടുള്ള ഒരു ജനാധിപത്യ സേയാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അത് വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളാണെന്ന് ആളുകൾക്ക് തോന്നും. അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള വോട്ട് ചെയ്യണം, വേണമെങ്കിൽ വോട്ട് ചെയ്യാം, അല്ലെങ്കിൽ വോട്ട് ചെയ്യാതിരിക്കാം. ഈ UDFനും LDFനും പോകേണ്ട വോട്ടുകളാണ് ഈ ചെയ്യാതിരിക്കപ്പെടുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യൂ, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്, കേന്ദ്ര സഹായങ്ങൾ ഒക്കെ ഞങ്ങളാണ്. ഇങ്ങനെ വളരെ സിമ്പിളായിട്ടാണ് ഈ ആളുകളോടൊക്കെ, ഈ പ്രദേശങ്ങളിലെ ആളുകളോട് പറയുന്നത്. അവർക്ക് തോന്നുകയാണ് ഇത് ശരിയാണ്, എല്ലാം ശരിയാവും, ഞങ്ങൾ ശരിയാക്കാം
ഞങ്ങൾക്കാണ് അധികാരമുള്ളത്. അതുകൊണ്ട് ആ രീതിയിലുള്ളൊരു അടിത്തട്ടിലെ പ്രചരണം കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. ഈ കുടിയേറ്റ കർഷകരെ സംബന്ധിച്ച് അവരുടെ വളരെ ജെന്യൂനായ പ്രശ്നങ്ങളെ പലതരത്തിൽ അഡ്രസ്സ് ചെയ്യാൻ ഇവിടുത്തെ ഇരു മുന്നണികൾക്കായില്ല എന്നുള്ള വലിയ വിമർശനമുണ്ട്. ആ വിമർശന സാഹചര്യം കൃത്യമായിട്ട് മുതലാക്കിയിട്ടുണ്ട്. തീർച്ചയായും അതാണ് ലക്ഷ്മി. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു തുടങ്ങിയത്, അതായത് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം എത്രയാകും എന്നതിന് അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് എത്ര മാത്രം കുറയുകയോ അല്ലെങ്കിൽ അവർ ഏത് തരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്, അവർ പറഞ്ഞ രാഷ്ട്രീയം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിയോ എന്നതുകൂടി ഒരുപക്ഷെ ഇത്തവണത്തെ വോട്ട് കണക്കിൽ മനസ്സിലാക്കാൻ കഴിയും. ആനിരാജയ്ക്ക് 2,80,000 ഉണ്ടായിരുന്ന വോട്ട് 2 ലക്ഷത്തിലേക്കൊക്കെ താഴുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിനും വലിയ തിരിച്ചടി ഈ മേഖലയിൽ ഉണ്ടായി എന്ന് നമുക്ക് പറയേണ്ടി വരും. അതാണ് യഥാർത്ഥത്തിൽ നാളെ പെട്ടി തുറക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു കൗതുകം കൂടി. ലക്ഷ്മി, തീർച്ചയായും കോൺഗ്രസിനൊപ്പം തന്നെ വെല്ലുവിളി നിറഞ്ഞതാണ് അവിടെ ഇടതുപക്ഷത്തിനും ആ വോട്ട് എത്ര കണ്ട് കുറയുന്നു എന്നുള്ളത്. ഉറപ്പായും അത് ഈ വിഷയങ്ങളിൽ സർക്കാരിൻ്റെ ഇടപെടലുകൾ ചോദ്യചിഹ്നമാകും. അത് കൂടുതൽ ചർച്ചകളിലേക്ക്, കൂടുതൽ വിലയിരുത്തലുകളിലേക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ചേലക്കരയിലേക്ക് പോയാൽ അവിടെ ലെവിൻ കെ വിജയനും ആസിഫും ആണ് ചേരുന്നത്. ആദ്യം ആസിഫിലേക്ക് പോയാൽ, ആസിഫ്, നിങ്ങളൊക്കെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ചേലക്കരയിൽ പറഞ്ഞത്. അത് പ്രചരണത്തിലെ ഒരു മത്സരവും വാശിയും ഒക്കെ കണ്ടിട്ടാണോ പറഞ്ഞത്, അതോ ഈ വോട്ടിംഗ് ശതമാനം വിലയിരുത്തുമ്പോൾ അവിടെ ആ ഇഞ്ചോടിഞ്ച് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടോ? തീർച്ചയായും ഇഞ്ചോടിഞ്ച് മത്സരം നടന്നു എന്നുള്ളത് വാസ്തവമാണ്. കാരണം വോട്ടിംഗ് ശതമാനം നോക്കിയാലും ഒരു ഉപതെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുമ്പോൾ ഒരു ഭേദപ്പെട്ട പോളിംഗ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് രാഷ്ട്രീയ പാർട്ടികളും വിലയിരുത്തപ്പെടുന്നത്. പക്ഷെ നമുക്കൊരു 4 റൗണ്ട് കഴിയുമ്പോൾ ഏകദേശം ചേലക്കരയുടെ മനസ്സ് നാളെ അറിയാൻ കഴിയുമെന്നുള്ളതാണ് വാസ്തവം. കാരണം 4 റൗണ്ടിൽ LDF എത്രത്തോളം ഭൂരിപക്ഷം നേടുന്നു എന്നതിനനുസരിച്ചായിരിക്കും ചേലക്കര ആർക്കൊപ്പമെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയുക. കാരണം ഏറ്റവും ആദ്യം വേണ്ടുക വരവൂര്, ദേശമംഗലം, വള്ളത്തോൾ നഗർ. LDFന് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധ്യതയുള്ള പഞ്ചായത്തുകളാണ് ആദ്യ 4 റൗണ്ടുകളിൽ എത്തുക. ഈ 4 റൗണ്ടുകളിൽ LDF എത്രത്തോളം ഭൂരിപക്ഷം ഉണ്ടാക്കുന്നു എന്നത് നാളെ നമുക്ക് ചേലക്കരയുടെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമാണ്. ആ റൗണ്ടുകളിൽ LDF ഒരു ഭേദപ്പെട്ട ലീഡ് ഉയർത്തിയാൽ പിന്നീട് ഒരുപക്ഷെ LDFന് ഒരു തിരിച്ചുപോക്ക് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. പക്ഷേ UDFന് പിന്നീട് സ്വാധീനം ഉണ്ടാകാൻ അല്ലെങ്കിൽ UDF ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ചെറിയ ലീഡാണെങ്കിലും നേടിയ പഞ്ചായത്തുകളുണ്ട്. ചേലക്കര, കൊണ്ടാഴി, മുള്ളൂർക്കര. ഈ 3 പഞ്ചായത്തുകളിൽ ഈ UDF തിരിച്ചു പിടിക്കണമെങ്കിൽ ഈ ഒരു 3 പഞ്ചായത്തുകളിൽ ഭേദപ്പെട്ട ഒരു ഭൂരിപക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യണം. അതുകൊണ്ട് ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് നാളെ ഒരു സസ്പെൻസ് നിറഞ്ഞതായിരിക്കും എന്ന് പറയാൻ കഴിയും. കാരണം ആദ്യത്തെ 3 പഞ്ചായത്തുകൾ എണ്ണുന്ന സമയത്ത് LDF സ്വാഭാവികമായും ലീഡ് എടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ വന്നില്ല എങ്കിൽ UDF ഒരു വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തും. പിന്നീട് ഉള്ള 3 പഞ്ചായത്തുകൾ, ആ 3 പഞ്ചായത്തുകളാണ് UDF ലീഡ് എടുക്കാൻ സാധ്യതയുള്ളത്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF ലീഡ് എടുത്തതുമായി ബന്ധപ്പെട്ട കണക്കുകൂട്ടലാണ് ആ ഒരു 3 പഞ്ചായത്തുകളുള്ളത്. അപ്പോൾ ആദ്യത്തെ 3 പഞ്ചായത്തുകളിൽ LDF ലീഡ് എടുക്കുകയും രണ്ടാമത്തെ പിന്നീട് എണ്ണുന്ന 3 പഞ്ചായത്തുകളിൽ UDF ഭേദപ്പെട്ട ലീഡ് എടുക്കുകയും ചെയ്താൽ മാത്രമാണ് തിരിച്ചു വരാൻ കഴിയുകയുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ടത് അവസാനത്തെ 3 പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് ആർക്കൊപ്പവും അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ കഴിയുന്ന പഞ്ചായത്തുകളാണ് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ആ ഒരു സസ്പെൻസ് ചേലക്കരയിലെ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ആദ്യത്തെ ഘട്ടത്തിൽ 6 പഞ്ചായത്തുകൾ എണ്ണുമ്പോൾ 2 പാർട്ടികളും തമ്മിൽ വലിയ വ്യത്യാസമില്ലെങ്കിൽ ഏറ്റവും നിർണായകമായി വരിക പഴയന്നൂരും തിരുവില്ലാമലയും പാഞ്ഞാളുമാണ്. അതുകൊണ്ട് അവസാനത്തെ റൗണ്ടുകളിൽ ആർക്കൊപ്പം എന്ന് പറയാൻ കഴിയാത്തൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. ആ രീതിയിലാണ് നമുക്ക് നാളത്തെ വോട്ടെണ്ണലിനെ കുറിച്ച് പറയാൻ കഴിയുക. 13 റൗണ്ടാണ് ഉള്ളത്. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ ആർക്കൊപ്പം എന്നതിനെ ആശ്രയിച്ച് നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയില്ല. ആദ്യഘട്ടത്തിൽ ആരെ എത്രത്തോളം ലീഡ് എടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ചേലക്കരയുടെ ഒരു ഫലം ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ മത്സരത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മത്സരം 3 പാർട്ടികളും അവരുടെ ഏറ്റവും എല്ലാ ആയുധങ്ങളും പുറത്തെടുത്തുകൊണ്ടുള്ളൊരു മത്സരമാണ് നടന്നത്. അതിൽ അവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ജനങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നമുക്കത് പൂർണ്ണമായ രീതിയിൽ പ്രവചിക്കാൻ കഴിയുന്നൊരു സാഹചര്യമില്ല. പക്ഷേ ഏറ്റവും നല്ല രീതിയിലുള്ള മത്സരവും ഏറ്റവും നല്ല രീതിയിലുള്ള പ്രചാരണവും 3 പാർട്ടികളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ BJP എത്രത്തോളം വോട്ട് പിടിക്കുമെന്നതടക്കം നിർണായകമാണ്. അതുകൂടെ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം LDFും UDFും പരമ്പരാഗതമായി പിടിച്ചു വന്ന വോട്ടിനപ്പുറത്തേക്ക് BJP എത്രത്തോളം വോട്ട് ഉയർത്തും അതിനെ അനുസരിച്ച് കൂടി ഇരിക്കും ഈ 2 പാർട്ടികളുടെയും ജയപരാജയങ്ങൾ എന്നുള്ളത് വാസ്തവമാണ്. അതോടൊപ്പം DMK ഉണ്ട്, അൻവറിൻ്റെ DMK ഉണ്ട്. അവർ കണക്ക് കൂട്ടുന്നത് പ്രകാരം ഒരു 5000-ഓളം വോട്ടൊക്കെ പിടിച്ചാൽ അത് ഏത് മുന്നണിക്ക് ക്ഷീണം ചെയ്യുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല.
അങ്ങനെ ചേലക്കരയിൽ ഇത്തവണ മുൻ സാഹചര്യങ്ങളിൽ ഇല്ലാത്ത നിരവധി ഘടകങ്ങൾ കൂടിയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ഒരു സസ്പെൻസ് നിറഞ്ഞ ഒരു വോട്ടെണ്ണൽ തന്നെയായിരിക്കും ചേലക്കരയിൽ ഉണ്ടാകുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത് പക്ഷേ നമുക്കൊരു 4 റൗണ്ട് മുതൽ 8 റൗണ്ട് വരെ ആകുമ്പോഴേക്കും ഏകദേശം ഒരു ധാരണയുണ്ടാകും ആർക്കൊപ്പം പോകും എന്നുള്ളത്. ആ 8 റൗണ്ട് എത്തുന്നത് വരെ ഇരു മുന്നണികൾക്കും വലിയ ലീഡ് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ അവസാനത്തെ 4 റൗണ്ട് അത് വലിയ സസ്പെൻസ് നിർത്തിയായിരിക്കും. കാരണം അത് ആർക്കൊപ്പം എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത ഒരു പഞ്ചായത്തുകളാണ്. അതോടൊപ്പം തന്നെ തിരുവില്ലാമലയുണ്ട്. തിരുവില്ലാമലയിൽ BJP കൂടുതൽ വോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെ BJP കൂടുതൽ വോട്ട് പ്രതീക്ഷിക്കുമ്പോൾ അത് UDF-നാണോ LDF-നാണോ ക്ഷീണം ചെയ്യുന്നതെന്ന് പറയാൻ കഴിയില്ല. ഫോട്ടോ ഫിനിഷ് തന്നെയായിരിക്കും ചേലക്കരയിൽ എന്നാണ് ആസിഫ് ഇപ്പോഴും പറയുന്നത്. ലെവിൻ കെ വിജയൻ കൂടി ചേരുകയാണ്. ലെവിനും അതേ അഭിപ്രായക്കാരനാണ്. ലെവിൻ, ഈ അൻവർ ഇഫക്റ്റ്, പിന്നെ തൃശ്ശൂരിൽ ജയിച്ചതിൻ്റെ ഒരു എഫക്റ്റ്, അത് ചേലക്കരയിൽ BJPക്ക് ഉണ്ടാക്കാൻ കഴിയുമോ? അൻവറിൻ്റെ സ്ഥാനാർത്ഥി എന്തെങ്കിലും പ്രതിഫലനം അവിടെ ഉണ്ടാക്കാൻ കഴിയുമോ? ഇത് രണ്ടിനെയുമായിരിക്കും ഒരു പക്ഷേ ചേലക്കരയിലെ ഫലം കൂടുതൽ ആശ്രയിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും ആസിഫ് പറഞ്ഞ കണക്കുകൾ ഏകദേശമൊക്കെ എല്ലാ തരത്തിലും പരിശോധിക്കുമ്പോൾ അത് വലിയ കാര്യമായ വ്യത്യാസങ്ങളില്ല. നമുക്കറിയാം ചേലക്കരയുടെ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ചൂട് എത്രമാത്രം ഉണ്ടെന്ന് നമ്മളെല്ലാം ഈ ഉപതെരഞ്ഞെടുപ്പിൽ മനസ്സിലാക്കിയതാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുക എന്ന് കരുതപ്പെടുന്ന 2 സംഗതികൾ BJP എന്നുള്ള നിലയിലും NDA എന്നുള്ള നിലയിലും ഇരു മുന്നണികളിൽ നിന്നും ചോരുന്ന വോട്ടുകളും PV അൻവർ എന്നുള്ള ഒറ്റയാന് കീഴിൽ മാറ്റപ്പെടുന്ന വോട്ടുകളും എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. അതാണ് മറ്റു മുന്നണികളുടെ വിജയപ്രതീക്ഷ വെച്ച് സജീവമായി വെച്ച് പുലർത്തുന്നത് LDF-ഉം UDF-ഉമാണ്. ഇവരുടെ 2 പേരുടെയും ഇതുവരെയുള്ള കണക്കുകൂട്ടലുകളെയും കൂട്ടിക്കിഴക്കലുകളെയെല്ലാം തെറ്റിക്കത്തക്ക വിധത്തിലുള്ള ഒരു ഷിഫ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഈ 2 സംവിധാനങ്ങളുടെ വോട്ടുകൾ അവർ വാങ്ങിയെടുക്കുന്ന അല്ലെങ്കിൽ നേടിയെടുക്കുന്ന വോട്ടുകളെക്കുറിച്ചാണ്. BJPയെ സംബന്ധിച്ചുകൊണ്ട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, അതായത് ഏറ്റവും ഒടുവിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ നിന്ന് ഇതുവരെ നേടിയെടുത്തത് 36,000-ൽ പരം വോട്ടുകൾ. അതായത് ലോക്സഭയിലും അതേപോലെ തന്നെ നിയമസഭയിലുമൊക്കെ ഇതുവരെ ചേലക്കരയിൽ മത്സരിച്ച BJP സ്ഥാനാർത്ഥികൾ നേടിയതിനേക്കാൾ അധികം വോട്ടുകൾ, അതായത് ആയിരക്കണക്കിന് വോട്ടുകളുടെ വർധനവ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP നേടിയെടുത്തു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് അവരുടെ കണക്കുകൂട്ടലുകൾ നിർണായകമാകുമെന്ന് പറയുന്നതിന് ഒരു പ്രധാനപ്പെട്ട ഘടകം. ഏറ്റവും ഒടുവിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 6 മാസങ്ങൾക്ക് മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ 28,000-ൽ പരം വോട്ടുകൾ അവർക്ക് നേടാനും സമാഹരിക്കാനുമായി. ഈ 2 കണക്കുകൾ പരിശോധിക്കുമ്പോൾ BJPക്ക് നിശ്ചയമായിട്ടും ഒരു 30,000-നും 34,000-നും ഇടയിലുള്ള വോട്ട് വാങ്ങിക്കൂട്ടാൻ ഈ തെരഞ്ഞെടുപ്പിൽ സാധിക്കും എന്നുള്ളതാണ് കണക്കുകൂട്ടൽ. BJP കേന്ദ്രങ്ങളും പരമാവധി 35,000 വരെയും വോട്ടുകൾ വാങ്ങാനാകുമെന്നുള്ളൊരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. നമ്മളുടെ അനുമാനങ്ങൾ അനുസരിച്ച് കൊണ്ടൊരു 30,000-ന് മുകളിൽ 32,000 വരെ വോട്ടുകൾ BJPക്ക് ഈ മണ്ഡലത്തിൽ നേടാനാകും. മറ്റൊന്ന് PV അൻവറിൻ്റേതായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിത്വവും സാന്നിധ്യവും ഒക്കെയായിരുന്നു. ഇത് 2 മുന്നണികളെ സംബന്ധിച്ചും നേരിയ തോതിലെങ്കിലും ചില ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം അൻവർ എന്നുള്ളത് ഒരു ഘടകമായി മാറുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അൻവറിന് പല തരത്തിലും സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ SDPI പോലുള്ള മണ്ഡലത്തിൽ താരതമ്യേന ദുർബലരാണെന്ന് തോന്നുമെങ്കിലും 2000-നടുത്ത് വോട്ട് മണ്ഡലത്തിൽ നേടാൻ ശേഷിയുള്ള ഒരു രാഷ്ട്രീയ സംവിധാനമാണ് SDPI പരോക്ഷമായി തന്നെ അല്ലെങ്കിൽ നേരിട്ട് തന്നെ അൻവറിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം തന്നെ വിവിധ മതസംഘടനകളുടെ അടക്കം നേതാക്കളെ നേരിട്ട് കണ്ട് അൻവർ തൻ്റെ സാന്നിധ്യം ഉറപ്പിക്കുന്നതിനായുള്ള നീക്കുപോക്കുകൾ നടത്തുന്നു. മണ്ഡലത്തിൽ LDF-ന് മേധാവിത്വമുള്ള 3 പഞ്ചായത്തുകൾ, വോട്ടെണ്ണലിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ ഫലമറിയാൻ സാധ്യതയുള്ള 3 പഞ്ചായത്തുകളിൽ അൻവറിനെ സംബന്ധിച്ചുകൊണ്ട് നിർണായകമായ ഇടപെടൽ നടത്താനായി എന്നുള്ളതാണ്. കാന്തപുരം വിഭാഗത്തിൻ്റെ അടക്കമുള്ള പ്രവർത്തകരും വിഭാഗത്തിലെ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ അനുഭാവികളുമായിട്ടുള്ള വലിയ ഒരു വിഭാഗം മുസ്ലിം വോട്ടർമാർ ഈ 3 പഞ്ചായത്തുകളിലായിട്ടുണ്ട്. വരവൂർ, ദേശമംഗലം, വള്ളത്തോൾ നഗർ പഞ്ചായത്തുകളിലായിട്ട് അൻവർ കാര്യമായി വോട്ട് പിടിച്ചാൽ അത് ചേലക്കരയിലെ ജനവിധിയെ കാര്യമായി സ്വാധീനിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഒപ്പം NDA പിടിക്കുന്ന വോട്ടുകൾ ഇത് അവിടുത്തെ ജനവിധിയെ സ്വാധീനിക്കും. അങ്ങനെ ഒരു പ്രത്യേകതയുള്ള രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ ചേലക്കരയിൽ നിലനിൽക്കുന്നുണ്ട്. 3 മണ്ഡലങ്ങളിലെയും ജനവിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. പാലക്കാട്, ചേലക്കര, വയനാട് ഈ 3 ഇടങ്ങളിലേക്കായിരിക്കും നാളെ മലയാളി കണ്ണും കാതും നട്ട് കാത്തിരിക്കുന്നത്.